നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 45. അങ്ങനെ അടുത്ത അമ്പല ദർശനവും കഴിഞ്ഞു. സമയം ഉച്ചയാവാറായി. നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചല്ലോ അല്ലേ? നന്നായിട്ട് പ്രാർത്ഥിച്ചു. മനസ്സ് നിറഞ്ഞു എനിക്ക്. മനസ്സ് നിറയണം. ഇനി ഒരുപാട് വർഷം ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിച്ചോ? അത്രയ്ക്ക് ആഗ്രഹങ്ങളൊന്നും എനിക്കില്ലടാ. എത്രയും പെട്ടെന്ന് പോകണമെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ കൂടെ ജീവിക്കാൻ മോഹമൊന്നുമില്ല? ജയ് ഒരു ചെറുചിരിയോടെ ചോദിച്ചു. നിന്നെ ദൈവം എനിക്ക് തന്നത് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാക്കിയെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അറിയാവോ? അത്രയ്ക്കൊന്നുമില്ല. അല്ല, ഇനിയിപ്പോൾ എന്താ, പോവായിരുന്നു വീട്ടിലേക്ക്. മതി വിശേഷം പറഞ്ഞിവിടെ ഇരുന്നത്. പോവാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഫുഡ് കാര്യം. ഈ അടിയൻ്റെ വക ഒരു ചെറിയ പിറന്നാൾ ഗിഫ്റ്റായിട്ട് ഹോട്ടൽ ഭക്ഷണം. എടാ, നീ ഈ വാക്കുകളൊന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. എനിക്കത് കേൾക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മയുടെ പരാതി പോലുള്ള വാക്കുകൾ. എൻ്റെ പൊന്നമ്മയോട് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അമ്മയെന്ന് അവൻ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു സുഖം അവർ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മക്കൾ ആ പേര് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ജയ് തന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്തെങ്കിലും നോക്കുന്നത്? വാ, നമുക്ക് അടുത്ത് കാണുന്ന ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. അമ്മയെ കൂട്ടി ജയ് അടുത്തുള്ള ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. കാറിലിരിക്കുമ്പോഴും അമ്മയുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുകയായിരുന്നു. കാരണം തനിക്ക് വേണ്ടി രാവിലെ മുതൽ ഈ ഉച്ചവരെ അവൻ സമയം ചെലവഴിക്കുന്നു തന്നോടൊപ്പം. വർഷങ്ങൾക്കിപ്പുറം തനിക്കിത് ഒരു പുതിയ അനുഭവമാണ്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴാണ് തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ഒരാൾ ഈ ലോകത്തുണ്ടായിരുന്നത്. അദ്ദേഹം പോയതിനു ശേഷം മക്കൾ അവരുടെ തിരക്കുകളിലായപ്പോൾ തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ വേദന അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ വേദനയാണ് ജയ് ഇല്ലാതാക്കിയത്. ആ വേദന മുഴുവനായിട്ടില്ലാതാക്കാൻ ജയ്യെ കൊണ്ട് സാധിച്ചു. അമ്മ കാറിലിരിക്കുമ്പോഴും വല്ലാതെ സന്തോഷിക്കുന്നുണ്ടെന്നും ഇടയ്ക്കെന്തോ കണ്ണ് നിറയുന്നുണ്ടെന്നും ജയ്ക്ക് തോന്നി. ഹലോ, എന്താ ഇങ്ങനെ? എന്തു പറ്റി? ഒന്നുമില്ല. എവിടെയാ നീ പറഞ്ഞ ഹോട്ടൽ? വാ. അങ്ങനെ അവർ ഹോട്ടലിലെത്തി. പിന്നീട് അധിക സംസാരമൊന്നും ഉണ്ടായില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ജയ് ഓർഡർ ചെയ്തത്. അത് അമ്മയോട് പോലും ചോദിക്കാതെ. മുന്നിലെത്തിയ വിഭവങ്ങൾ കണ്ട് അമ്മയൊന്ന് നെട്ടി. തൻ്റെ ഇഷ്ടങ്ങൾ താൻ പറയാതെ ഇവൻ എങ്ങനെ അറിഞ്ഞു? അമ്മ ജയ്യെ അത്ഭുതത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തുള്ള ആ സന്തോഷവും അത്ഭുതവും കണ്ട് അമ്മ ചിരിച്ചു. ചോദിക്കണമെന്നുണ്ടായിരുന്നു, തൻ്റെ ഇഷ്ടങ്ങൾ ഇത്ര കൃത്യമായിട്ട് നിനക്കെങ്ങനെ അറിയാമെന്ന്. പക്ഷേ ചോദിച്ചില്ല. ചില ചോദ്യങ്ങൾ ഒരു പക്ഷേ ചില സമയത്തിൻ്റെ ഭംഗി കുറച്ചാലോ എന്നവർക്ക് തോന്നി. മുന്നിലെത്തിയ വിഭവങ്ങളിൽ ഓരോന്നായി ജയ് അമ്മയ്ക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി. കഴിക്ക്, ആസ്വദിച്ച് കഴിക്ക് എന്ന് ജയ് പറയുകയും ചെയ്തു. തനിക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി തന്ന കാലം മറന്നുപോയിരുന്നു. മറ്റുള്ളവർക്ക് വിളമ്പിയായിരുന്നു ഇത്രയും വർഷം താൻ ജീവിച്ചിരുന്നത്. മക്കൾക്ക് വിളമ്പിക്കൊടുത്ത് അവർക്ക് വാരിക്കൊടുത്ത് താൻ അവരെ ഒരുപാട് ഊട്ടിയിട്ടുണ്ട്. പക്ഷേ തനിക്കത് തിരിച്ച് കിട്ടിയിട്ടില്ല. മക്കൾക്കത് തരണമെന്ന് ഇതുവരെ അറിയില്ലായിരുന്നു. മുന്നിലെത്തിയ വിഭവങ്ങളിൽ ഒരുരുള ജയ് തൻ്റെ കൈകൊണ്ട് തന്നെ അമ്മയ്ക്കു നേരെ നീട്ടി. ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഇത് പറഞ്ഞതോടുകൂടി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷത്തിൻ്റെ കണ്ണുനീർ. അറിയാതെ പൊട്ടിപ്പോയതാണ് ആ ഹൃദയം. അയ്യേ, എന്താ ഇത്? കണ്ണ് നിറയെ. ഹോട്ടലാണ് കേട്ടോ, ആൾക്കാർ ശ്രദ്ധിക്കും. സോറി മോനെ,
സന്തോഷം കൊണ്ട് തൻ്റെ ഇഷ്ടവിഭവങ്ങൾ തനിക്ക് വേണ്ടി ഒരാൾ വാരിത്തരുന്നു. അങ്ങനെ വർഷങ്ങളായി തനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയോ അവൻ തിരിച്ചു തരുന്നെന്ന് അവർക്ക് തോന്നി. ഇത്രയും നല്ലൊരു പിറന്നാൾ താൻ ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടില്ല എന്ന് പോലും അവർക്ക് തോന്നി. അതെ, കഴിച്ച് കണ്ണീരൊക്കെ തുടച്ചിട്ട് ജയ് ഒരു ശകാരം പോലെ അമ്മയോട് പറഞ്ഞു. ജയ് എന്ത് പറഞ്ഞാലും അവർ അനുസരിക്കാൻ അവർ തയ്യാറായിരുന്നു, ഒരു കുഞ്ഞിനെ പോലെ. അങ്ങനെ ഭക്ഷണം കഴിച്ച് അവരിറങ്ങി. അമ്മയുടെ ഹൃദയം നിറഞ്ഞ് സന്തോഷത്തിലായിരുന്നു അവർ. എത്രയോ വർഷങ്ങളായി തനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ ആരോ തിരിച്ചു തന്നൊരു ഫീലായിരുന്നു. പിന്നീട് ജയ് അമ്മയെയും കൊണ്ട് പോയത് ഒരു ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു. അതിന് മുന്നിൽ കാർ നിർത്തി അമ്മയോട് ജയ് പറഞ്ഞു, ഇറങ്ങി. ഇതെന്താ ഇവിടെ? എനിക്കൊരല്പം കൂടി സുന്ദരിയായിട്ട് എൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദേ, ചുമ്മാ തമാശ പറയല്ലേ നീ? ഒരു തമാശയില്ല. ഒന്ന് നോക്കട്ടെന്നെ സുന്ദരിയാ എങ്ങനെ ഇരിക്കുന്നു. നീ ഒന്ന് പോയേ. ഞാനൊന്നുമില്ല. ഈ വയസ്സാം കാലത്തോ? ആര് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വയസ്സായെന്ന്? വയസ്സൊന്നും ആയിട്ടില്ല. എന്തായാലും ഇവിടെ വരണം. ചെല്ല്. എടാ, ഇതൊന്നും എനിക്ക് ശരിയാവില്ല. ദേ, ഇന്ന് എൻ്റെ ദിവസമാണ്, ഞാൻ പറയുന്നത് അനുസരിച്ചോളാമെന്ന് വാക്കും തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നമ്മയല്ലേ, എതിർത്തൊന്നും പറയല്ലേ. വാ, ഒരു ചെറിയ സൗന്ദര്യം അത്രയും കൂട്ടുള്ളൂ, അല്ലാതെ അവർക്ക് ഒരുപാടൊന്നും കൂട്ടാനൊന്നും പറ്റത്തില്ല. വാ. അല്ല മോനെ, അത് ഒന്നും തിരിച്ച് പറയാൻ നിൽക്കേണ്ട, വന്നേ പറ്റുള്ളൂ. അത് വേണോ? വേണം. ജയ് പറയുന്നതെന്നും അന്ന് അനുസരിക്കാൻ അമ്മ തയ്യാറായിരുന്നു. ജയുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും ഒരു മകൻ്റെ കരുതലുണ്ടായിരുന്നു. രക്തബന്ധമൊന്നുമില്ലെങ്കിലും മനസ്സ് ചേർന്നാൽ മതിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കരുതൽ. അതമ്മയ്ക്ക് വല്ലാണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ജയുടെ ഓരോ വാക്കും പ്രവൃത്തിയും അമ്മ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ജയ് തനിക്കെന്തോ തിരിച്ചു തരാൻ ശ്രമിക്കുകയാണെന്ന് അമ്മയ്ക്ക് തോന്നി. കൂടുതലായിട്ടൊന്നും അമ്മ ജയ്യോട് ചോദിച്ചില്ല. ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ചോദിച്ചറിഞ്ഞാൽ ചിലപ്പോൾ അത് ചെറുതാകിപ്പോകും. ആ സമയത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്താൻ അത് കാരണമാവും. മനസ്സിൽ നിറയുന്ന സന്തോഷം, സ്നേഹം അത് ആസ്വദിക്കാനായിരുന്നു ആ നിമിഷം ആ അമ്മയ്ക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ജയ്യോട് കൂടുതലൊന്നും ചോദിക്കാനൊന്നും അമ്മ തയ്യാറായില്ല. അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവർ ബ്യൂട്ടി പാർലറിൽ കയറി. നേരത്തെ വെള്ളിയേട്ടൻ തന്നെ ഏൽപ്പിച്ച സാരി ബ്യൂട്ടി പാർലറിൽ അമ്മയ്ക്ക് ഉടുക്കാൻ വേണ്ടി ജയ് അവിടെ ഏൽപ്പിച്ചു. ഇതൊടുത്ത് അമ്മയെ ഒരുക്കണമെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് വാക്കു പറഞ്ഞു. അവർ ആ കണ്ണാടിയുടെ മുന്നിലിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ കണ്ണാടിയുടെ മുന്നിൽ അവർ ഇരുന്നപ്പോൾ അവരുടെ ഹൃദയം വല്ലാണ്ട് പിടയുന്നുണ്ടായിരുന്നു. കൂടുതലായിട്ടൊന്നും അവർക്ക് ചെയ്യേണ്ടി വന്നില്ല. മുടിയൊന്ന് സജ്ജമാക്കി, മുഖത്ത് ചെറിയൊരു ഗ്ലോ കൊടുത്തു. സാധാരണയായി കാണുന്ന മുഖം തന്നെ ചെറിയൊരു പരിചരണത്തോടെ എത്ര ഭംഗിയാക്കാമോ അത്രത്തോളം അവർ അത്രയും ഭംഗിയാക്കിയെടുത്തു. ജീവിതം എത്ര വേദനകൾ കൊടുത്താലും ആ അമ്മയുടെ മുഖത്തിൻ്റെ ഭംഗി മാഞ്ഞു പോകില്ലായിരുന്നു. അതിനെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അമ്മ കണ്ണാടിയിലേക്ക് നോക്കി, നിശബ്ദമായിരുന്നു. ആ കണ്ണാടിയിൽ ഇന്ന് കണ്ടത് തൻ്റെ മുഖത്തെ മാത്രമായിരുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിനൊപ്പമുണ്ടായിരുന്ന കാലത്തെ ചിരിയും കൂടിയായിരുന്നു. മക്കൾ ചെറുപ്പമായിരുന്ന ദിവസങ്ങളും ആഘോഷങ്ങളുണ്ടായിരുന്ന ആ ഒരു പഴയ ജീവിതവും ഒരു നിമിഷം പോലെ മനസ്സിലൂടെ കടന്നുപോയി. പുറത്ത് കാത്തിരിക്കുന്ന ജയ് വല്യേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ബ്യൂട്ടി പാർലറിലെ ഒരുക്കത്തിന് ശേഷം അമ്മ പുറത്തിറങ്ങി. അമ്മയെ കണ്ട ജയ് ഒരു നിമിഷം നിശ്ചലമായി നിന്നു.
തൻ്റെ അമ്മയ്ക്ക് ഇത്രയും സൗന്ദര്യമുണ്ടായിരുന്നോ എന്ന് ജയ്ക്ക് തോന്നി. അത്രയും സൗന്ദര്യം ലാളിത്യവും ആ മുഖത്ത് നിറയുന്നുണ്ടായിരുന്നു. കണ്ട ഉടൻ ജയ് പറഞ്ഞു, സൂപ്പർ, എന്തൊരു ഭംഗിയായി ഇപ്പോൾ കാണാൻ എന്ന് ജയ് ചോദിച്ചു. ഒന്ന് പോടാ. അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ നാണവും സന്തോഷവും കൂടിച്ചേർന്നു. അമ്മ ആ ദിവസം മുഴുവൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചു, ഇതെല്ലാം എന്തിനാണ് ഇവൻ ചെയ്യുന്നത്? പക്ഷേ ചോദിച്ചില്ല. ചോദിച്ചാൽ ആ നിമിഷത്തിൻ്റെ മധുരം കുറയുമെന്ന് അവർക്ക് തോന്നി. ചില സന്തോഷങ്ങൾ കാരണമറിയാതെ ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുക എന്നവർക്ക് തോന്നി. വൈകുന്നേരമായപ്പോൾ ജയ് അമ്മയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നപ്പോൾ അമ്മയൊന്ന് ഞെട്ടി. അമ്മയുടെ കാലുകൾ നിശ്ചലമായി. പതിവ് പോലെ ശാന്തമായിരുന്ന ആ വലിയ വീട് ആ ദിവസം കൊണ്ട് മാത്രം മാറിയിരിക്കുന്നു. പ്രവേശനവാതിൽ മുതൽ ഹാളിൻ്റെ നടുവോളം പൂമാലകൾ, ചെറിയ ലൈറ്റുകളുടെ മിനുക്കം, വാതിൽക്കൽ അലങ്കാര വിളക്കുകൾ, ഹാളിൻ്റെ നടുവിൽ മനോഹരമായി ഒരുക്കിയ കേക്ക്, മേശയുടെ ചുറ്റും പൂക്കളും മെഴുകുതിരികളും മൃദുവായ വെളിച്ചവും. ഒരു വലിയ വീടിൻ്റെ ആഡംബരത്തിൻ്റെ ഇടയിൽ ആ ദിവസം സ്നേഹത്തിൻ്റെ ചൂട് കൂടി ചേർന്നിരുന്നു. അമ്മ ഒന്നും മനസ്സിലാകാതെ ചുറ്റും നോക്കി. മുഖത്ത് അത്ഭുതം, കണ്ണുകളിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു നിശബ്ദത. ആ നിമിഷം അകത്ത് നിന്ന് പരിചിതമായ ചില മുഖങ്ങൾ ഒന്ന് കണ്ണിൽപ്പെട്ടു. കുടുംബക്കാർ, ബന്ധുക്കൾ, വർഷങ്ങൾക്ക് ശേഷം സ്വന്തം പിറന്നാളിനായി ഒത്തുകൂടിയ ആളുകൾ. അവിടെ തന്നെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം തനിക്ക് വേണ്ടിയോ? വർഷങ്ങളായി മറന്നുപോയ ഒരു ദിവസം ഇന്ന് തിരിച്ചു കിട്ടുമോ? ആ നിമിഷം അമ്മയുടെ ഹൃദയം നിറഞ്ഞു. പക്ഷെ ആ ഞെട്ടൽ അവിടെ അവസാനിച്ചില്ല. ആ ആഘോഷം ഇനിയും തുടങ്ങാനുണ്ടായിരുന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും. താങ്ക്